ഒരു പശുക്കുട്ടി ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് നമുക്ക് ഏലിയാസായിട്ട് പറഞ്ഞു തരൂ കേട്ടോ. അത് പശു പ്രസവം എടുക്കുമ്പോൾ മണ്ണിൽ കെട്ടിയാൽ പശുവിൻ്റെ മുട്ടുകാലിൽ നീര് വരില്ല. ആ കുളമ്പ് നമ്മൾ നുള്ളി അതിൻ്റെ ഒരു ദ്രാവകം ഉണ്ടാകും. ആ കുളമ്പ് നുള്ളിയാൽ കുട്ടി ഈ കുളമ്പ് ഇവിടെ ഒരു പശയുണ്ട്, അത് നമ്മൾ നുള്ളി കളയണം. അപ്പോൾ പശുക്കിടാവ് എഴുന്നേറ്റ് നിൽക്കും. അത് പ്രസവത്തോടൊപ്പം തന്നെ, പ്രസവം കഴിയുമ്പോൾ അപ്പം തന്നെ അത് നുള്ളി കളയാം. എഴുന്നേൽക്കും. അപ്പം എഴുന്നേൽക്കുമ്പോൾ ഈ മണ്ണിലായി കഴിഞ്ഞാൽ മുട്ട ഉരയില്ല, മുട്ട ഉരഞ്ഞ് നീര് വരില്ല. അത് തൊഴുത്തിലാവുമ്പോൾ മുട്ട ഉരയും. മുട്ട ഉരയുമ്പോൾ അത് നീര് വയ്ക്കും, പുഴു വയ്ക്കും. അപ്പം അങ്ങനെ പ്രസവിക്കാൻ പോണ പശുവിനെ അപ്പം തന്നെ പുറത്ത് കെട്ടി പ്രസവം എടുക്കും. അത് പ്രസവിക്കുമ്പോൾ തന്നെ നൂലിട്ട് പൊക്കിൾ തണ്ട് കെട്ടണം. അത് തന്നെ, രോഗാണുക്കളൊക്കെ കയറും. നമ്മൾ ഡെറ്റോളൊക്കെ ഒഴിച്ച് കഴുകി മഞ്ഞളും ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ തേക്കാം. അല്ലെങ്കിൽ മൃഗാശുപത്രിയിൽ നിന്ന് മരുന്ന് മേടിച്ച് പുരട്ടാം, പുഴു വരാതിരിക്കാൻ. പാല് അത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മൾ പിടിച്ച് കാമ്പ് വായിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ചപ്പി ചപ്പി വലിച്ചു കുടിക്കും. കുടിച്ചില്ലെങ്കിൽ നമ്മളൊരു കുപ്പിയിലാക്കി കിടാവിന് കൊടുക്കാം. നിപ്പിട്ട് കുപ്പിയിലാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ചപ്പി വലിച്ചോ. അതെ അതെ, അത് ഇപ്പോൾ ഒരു 5-6 ദിവസം 2-3 ദിവസം അതിനെ ശരിക്കും കുടിപ്പിക്കും. വയറ് നിറച്ച് പാല് കുടിപ്പിക്കും. അത് ഇളകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് കഴിഞ്ഞിട്ടുള്ള പാല് നമ്മൾ വലിച്ചെടുക്കുള്ളൂ. അല്ല, അത് ഇപ്പം നമ്മൾ കിടാവ് കുടിച്ചു കഴിഞ്ഞാൽ അന്ന് അധികം പാല് വലിച്ചെടുക്കരുത്. പാലെല്ലാം തീർത്ത് വലിച്ചു കഴിഞ്ഞാൽ അത് കാൽസ്യം കുറഞ്ഞ് വീഴും. അപ്പോൾ കിടാവ് കുടിച്ചു കഴിഞ്ഞാൽ 1-2 ദിവസത്തേക്ക് അധികം കറക്കാണ്ടിരിക്കാനും നല്ലത്. അതെ, അധികം പാല് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വലിക്കാം. മടി വലിച്ച് പറ്റിക്കരുത്. അതെ, 3-4 ദിവസം കഴിയുമ്പോൾ നമുക്ക് വലിച്ച് പാലൊക്കെ എടുക്കാം. കുട്ടിക്ക് ആവശ്യത്തിന് പാല് കൊടുത്തിട്ട് ബാക്കിയുള്ള പാല് നമുക്ക് കറന്നെടുക്കാം. ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഈ പശുക്കുട്ടി ഉണ്ടായതിനു ശേഷം നമ്മൾ നിലത്ത് കിടത്തുക. അത് കിടത്തിയതിനു ശേഷം ഈ കുളമ്പിന്റെ ഒരു പാട പോലെ കാണും, അത് വലിച്ചു കളയുക. അതിനുശേഷം ഈ പൊക്കിളൊന്ന് കെട്ടിക്കൊടുക്കുക. പിന്നെ 1 മാസം പിന്നെ 1 മാസത്തോളം നല്ലോണം പാല് കുടിപ്പിക്കുക. അപ്പൊ നല്ല ആരോഗ്യമുള്ള നല്ല പശുക്കിടാവായിട്ട് മാറും കേട്ടോ. അപ്പൊ ഈ കുട്ടി 1 മാസമായില്ലേ, എത്ര മാസം കഴിഞ്ഞ് കുത്തിവെക്കാം? ഒരു 18 മാസം കഴിഞ്ഞാൽ കുത്തിവെക്കാം. അതായത് ആദ്യത്തെ മതിക്ക് കുത്തണ്ട, 2ാമത്തെ മതിക്ക് കുത്തിയാൽ മതി. ഇപ്പൊ ചിലര് പറഞ്ഞേക്കാം വളരെ ചെറുപ്പത്തിൽ കുത്തിവെച്ച് കഴിഞ്ഞാല് പാല് കുറയും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന. അത് നല്ല ആരോഗ്യവതി പശു ആണെങ്കിൽ, കിടാവാണെങ്കിൽ ആ കുഴപ്പമില്ല. ഇല്ല, ആരോഗ്യവതി നമ്മൾ നന്നായിട്ട് പാലൊക്കെ കുടിപ്പിച്ച് തീനൊക്കെ തിന്ന് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ ആദ്യത്തെ മതി കഴിഞ്ഞ് 2ാമത്തെ മതിക്ക് കുത്തിവെക്കാം. ഇത് കുത്തിവെക്കാം. അത് വേണ്ട, ഇതിപ്പോൾ ഒരു 18 മാസം കഴിഞ്ഞാൽ കുത്തിവെക്കാം ഈ കിടാവിനെ. അപ്പോഴേക്കും നല്ല ആരോഗ്യവതിയായ നല്ല ഒത്ത വലിയ പശു കിടാവാവും. അപ്പോൾ അത് നമ്മൾ ആദ്യമേ തുടങ്ങി ഇപ്പം തുടങ്ങി ലേശം തീറ്റ വെച്ച് കൊടുത്ത് നക്കി തിന്നുമ്പോൾ നല്ല ആരോഗ്യമാവും. കുറേശ്ശെ പാലും കുടിപ്പിക്കണം. അപ്പോഴാണ് ആരോഗ്യവതിയായ കിടാവ് ആയി കിട്ടുന്നത്. അല്ലെങ്കിൽ പിന്നെ കുത്തിവെച്ചിട്ട് കാര്യമില്ല, ആരോഗ്യം ഉണ്ടാവില്ല, പാലില്ല. അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ നല്ലോണം തീറ്റ കൊടുക്കാൻ, നല്ലോണം പാല് കുടിപ്പിക്കുക. എന്നാൽ മാത്രമേ നല്ല ആരോഗ്യവതിയായിട്ട് നല്ലൊരു പശുക്കിടാവിനെ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ കുട്ടീനെ എപ്പോഴും മൂക്കേറ് കുത്താൻ പറ്റുന്നേ? അത് നമ്മൾ പിടിച്ചാൽ കിട്ടാണ്ടാവും. ഒരു 4-5 മാസം പരുവാകുമ്പോഴേക്കും നല്ല ആരോഗ്യവതിയായ കിടാവാകും. അപ്പോൾ കിടാവിനെ പിടിച്ചാൽ കിട്ടൂല. അപ്പം നമ്മൾ അതിൻ്റെ മൂക്ക് അതിൻ്റെ പാലം നോക്കി കുത്തണം. അത് അങ്ങനെ കയറി പോവരുത്.
അതിൽ മൂക്കിന് ഒരല്പം പതുപതുന്നുള്ള സ്ഥലമുണ്ടാവും. അവിടെ നോക്കി നമ്മൾ കുത്തണം. ഇതല്ലെങ്കിൽ മൃഗാശുപത്രിയിൽ പറഞ്ഞാൽ അവരും ഒന്ന് കുത്തും. അതെ അതെ, ഞാനാണ് കുത്തണേ. അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ അല്ല, നല്ല പതുപതുന്നിരിക്കുന്ന സമയത്ത് സോഫ്റ്റ് ആയ സ്ഥലത്ത് ഇങ്ങനെ കുത്തും, അല്ലെങ്കിൽ കീറി പോട്ടാ. മുകളിലേക്ക് കയറിയ കീറും, മൂക്ക് കീറും. അത് അറിയാവുന്നവർ കുത്തണം. അത് മൃഗാശുപത്രിയിൽ പറഞ്ഞാൽ അവരും ഒന്ന് കുത്തും. അപ്പൊ ചേട്ടൻ പറഞ്ഞ ഒരു 4-5 മാസം ആകുമ്പോ നമുക്ക് പശുക്കുട്ടിയുടെ മൂക്കേറ് കുത്താം.